ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഓന് വണ്ടിപ്പണിയൊക്കെ അറിയാം. വണ്ടിപ്പണിയോ? ഓനാ? ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചാണിക്കാ. കുറച്ചേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. AC-ന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന ഇടങ്ങാറാവാണ്. ഇല്ലടാ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ ഈ വലിയ കലാകാരനാണല്ലേന്ന്? ഹേയ് അങ്ങനൊന്നുമില്ല. എന്റെ അമ്മാന്റെ പടം നമ്മള് കണ്ട്. അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? ഇറങ്ങി എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ വാ പോവാ. ഓനെ നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്. ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് പുറത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. എന്താന്ന് എടാ എന്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല. ഈ മോളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല. എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ? ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടും ഇല്ല. ഓളൊരു പാവാണ്. വെറുതെ ഓളെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ. കല്യാണം ഒന്ന് കഴിയട്ടെ. ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ. സൈക്കോയോ അതോ സംശയരോഗോ? ഡാബി എന്നോട് ദേഷ്യാണ്. ഏയ് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? മുജീക്കനോട് പറഞ്ഞാലാ? പറ. അങ്ങനെ ആകെ കിളി പോയി നടക്കാന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ ചികിത്സിച്ചാ നീ കഷ്ടപ്പെടണ്ട. എടാ പക്ഷെ പറഞ്ഞാലും ഒരു കാര്യമില്ലടാ. പുറത്ത് പുള്ളി ഭയങ്കര മാന്യനാ. ഞാനിപ്പോ ഇത് പറഞ്ഞാണ്ടല്ല മുജീക്ക ചിരിക്കുള്ളൂ. ആരും വിശ്വസിക്കൂല. എന്തായാലും ഞാനും നിന്റെ പണി തീർത്ത് പോലെ. നമ്മൾ തമ്മിൽ കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻ്റെ കൂടെ ഞാൻ എങ്ങനെ? എന്റെ തങ്ങളെ റംലത്തനേക്കാൾ അപ്പുറാവൂലേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഫാത്തി? എടാ അബി, ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? നീ ഒന്നേ ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? എന്തോന്ന്? എടാ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. നീ ഇത് പോയി നിന്റെ മുജീക്കാട് പറയേ. നല്ല 2 ഗുളിക കഴിച്ചാൽ മാറാവുന്ന പ്രശ്നം ഇപ്പൊ അയാൾക്കുള്ളൂ. അതിന് ഞാൻ കയറി കല്യാണം മുടക്കേ. ശരി നന്ദി. എടാ അബി പ്ലീസ്. എടാ മുജീക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവൂല. എനിക്ക് പേടിയാ ഫാത്തി. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ 2 ഉമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റിയാണമ്മ? സാരമില്ലടാ, ചെറിയൊരു തലർക്കം പോലെ. മോനത് കാര്യാക്കണ്ട, പോയി കിടന്നോ. എടാ ഇങ്ങോട്ട് നോക്കി നിൽക്കാത്ത പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ.
അറിഞ്ഞില്ലേ മരുന്ന് തീർന്നവര്? എന്താ ചിരിക്കുന്ന? അബി, നാളെ ഒരു MRI സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുക. എനിക്കൊരു കുഴപ്പമില്ല. വാബി പോ. മേടിച്ചില്ലേ അത് തന്നേക്ക്, ഞാൻ നാളെ ചെയ്തോളാം. പിന്നെ പെട്ടെന്ന് ചെയ്യണം. ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം. ഗ്രോത്തോ? എന്നെ കൊണ്ട് ശല്യായില്ലേ? എന്താടാ? എടാ കുഞ്ഞാമിടയിൽ റെഡിയില്ല. മുജീബ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടിൽ തരാന്നാ. എപ്പോ? ഫാത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മതിയാവോ? അത് പോരടാ, നാളെ തന്നെ ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞേ. ഫാത്തി ഉറങ്ങിണ്ടാവോ? വാ നോക്കാം. എടാ അവിടെ ചെല്ല പൈസ മേടിക്ക പോരാ. അവിടെ നിന്ന് കറങ്ങാനോ നിൽക്കരുത്. നട്ടപ്പാതിരക്ക് ഞാൻ എന്ത് കറങ്ങാൻ അവിടെ? എടാ മുജീബ് ഉറങ്ങിയിട്ടില്ല. എവിടെ? ഇയാളിതൊരു ഉറങ്ങിയിട്ടില്ലേ? ഇതൊക്കെ നട്ടപ്പാതിരക്ക് എന്താ പരിപാടി? റമല താണ്ട് വാങ്ങിച്ചിരിക്കാവും. ഇതെങ്ങാനോ നാസർക്ക് അറിഞ്ഞില്ലെങ്കിൽ ഈ കല്യാണം വരെ മുടങ്ങൂട്ടാ. കിടന്നു. വാ. തങ്ങളെ നാസർക്ക. ഇയാളെന്താ ഈ നേരത്ത്? ഇയാൾക്ക് സംശയാടാ. സംശയ? അയാളെന്തീ തരയണേ? എന്തേലും പോയാ? അല്ലടാ. എടാ കാൽപ്പാട് നോക്കടാ, കാൽപ്പാട്. ഈ ജാതി ഭ്രാന്തന്റെ കൂടെ എങ്ങനെയാ ഇവിടെ ജീവിക്കുക? ഇയാളൊന്നും പോവില്ലാട്ടാ. കൂടെ ഇരിക്കാം. നോക്കാലോ, പോവാന്ന്. ആ പോണ്. ആദ്യം പോയിട്ട് അവിടെ ഉണ്ടാ നോക്ക്. ചിലപ്പോ പറയാൻ പറ്റില്ല, ഭ്രാന്തനാ. ഇന്നത്തേക്കിന് സംശയിക്കാനൊന്നുമില്ല. ഭയങ്കര റിസ്കാട്ടോ. ഒരു ബൈനോക്കൽ കിട്ടിയാലേ അത് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി നോക്കാം. അതിന് എവിടുന്നാടാ എന്റെ കയ്യില് കാശ്? അല്ല, അപ്പൊ ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക് കൊടുത്തടാ. സാരല്ലടാ, വേറെ എന്തെങ്കിലും വേണ്ട നോട്ടെ. നീ കിടന്നോ. അപ്പൊ ഇതിക്ക് എടാ, നിന്നെ ഇനി കാണുന്ന വിചാരിച്ചല്ലടാ. ഞാനും ഇവിടുന്നൊരു അത്യാവശ്യം വന്നോട്ടോ. നീ കിടന്നോന്നാ. ശരി. എടാ നിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുവെക്കോ. ഈ സമയത്ത് പോകാം.
ഉസ്താദിന് സമയം തെറ്റിയതാ. 2:30 ബാങ്കാ. ഈ നട്ടപ്പാതിരേക്ക് മുക്രിക്ക് ഭ്രാന്തായ. ഇതാരും ഈ സമയത്ത് ഉസ്താദാ? ആരുടെ ഈ നേരത്തെ ബാങ്ക്? ചേട്ടാ ആരാണോ മുജിക്കണീറ്റ്? നിന്റെ കണ്ടാ? ഇല്ല നീ വണ്ടി എടുക്കുക. കാശ് കിട്ടിയാ? ആടാ കിട്ടി. എടാ എന്താടാ? എടാ അരഞ്ഞാണം. അരഞ്ഞാണാ? ആ ഫാത്തിയുടെ അരഞ്ഞാണം പോയി.